ഞാൻ റോബിൻ മാത്യു. ഷെക്കേന വേൾഡ് ടുഡേയിലേക്ക് ഏവർക്കും സ്വാഗതം. മെക്സിക്കോയുടെ തെക്കൻ മധ്യഭാഗങ്ങളിൽ ഇന്നലെ ഉണ്ടായ 6.5 തീവ്രത രേഖപ്പെടുത്തിയ ശക്തമായ ഭൂകമ്പത്തിൽ 2 പേർ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. തെക്ക് പടിഞ്ഞാറൻ സംസ്ഥാനമായ ഗെററോയിലെ സാൻ മാർക്കോസിനടുത്തുള്ള പ്രശസ്തമായ വിനോദസഞ്ചാര നഗരമായ അക്കാപുൽക്കോയ്ക്ക് സമീപമായിരുന്നു ഭൂകമ്പത്തിന്റെ പ്രഭവകേന്ദ്രം. മെക്സിക്കോ സിറ്റിയിലും അക്കാപുൽക്കോയിലും ഭൂകമ്പം അനുഭവപ്പെട്ടു. സംഭവത്തിൽ ഗൊററോയിൽ നിന്നുള്ള 50 വയസ്സുള്ള ഒരു സ്ത്രീ മരിച്ചുവെന്ന് കരുതുന്നതായി സംസ്ഥാന ഗവർണർ എവലിൻ സാൻഗാഡോ പറഞ്ഞു. അതേസമയം മെക്സിക്കോ സിറ്റി മേയർ ക്ലാര ബ്രൂഗഡ 60 വയസ്സുള്ള ഒരു വ്യക്തിയുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. 12 പേർക്ക് പരിക്കേറ്റതായും അവർ പറഞ്ഞു. വെള്ളിയാഴ്ചയുണ്ടായ ഭൂകമ്പത്തിന്റെ തുടർചലനങ്ങൾ തുടർന്നും അനുഭവപ്പെട്ടതായി ബ്രൂഗഡ കൂട്ടിച്ചേർത്തു. സാഹചര്യം കണക്കിലെടുത്ത് ജാഗ്രത പാലിക്കാൻ ജനങ്ങളോട് അധികൃതർ ആവശ്യപ്പെട്ടു. ഒരു ഫ്ലാഷ് ലൈറ്റ്, റേഡിയോ, വെള്ളം, കേടാകാത്ത ഭക്ഷണങ്ങൾ, ചൂടുള്ള വസ്ത്രങ്ങൾ, എല്ലാ പ്രധാനപ്പെട്ട രേഖകളുടെയും ഫോട്ടോ കോപ്പി എന്നിവ സുരക്ഷിതമായി കൈവശം വയ്ക്കണമെന്നും ജാഗ്രതാ നിർദ്ദേശത്തിൽ വ്യക്തമാക്കുന്നു. സ്വിറ്റ്സർലാൻഡിലെ വിനോദസഞ്ചാര കേന്ദ്രമായ ക്രാൻ മൊണ്ടാനയിലെ ബാറിലുണ്ടായ വൻ തീപിടുത്തത്തിൽ മരിച്ചവരുടെ എണ്ണം 40ആയി. പുതുവത്സര ആഘോഷത്തിനിടെ ഷാമ്പെയിൻ കുപ്പികളിൽ ഘടിപ്പിച്ചിരുന്ന മെഴുകുതിരികളിൽ നിന്നുള്ള തീപ്പൊരി മേൽക്കൂരയിലേക്ക് പടർന്നതാണ് അപകടത്തിന് കാരണമെന്ന് പ്രാദേശിക അധികൃതർ അറിയിച്ചു. പരിക്കേറ്റ 119 പേരിൽ പലരുടെയും നില അതീവ ഗുരുതരമായി തുടരുകയാണ്. മരിച്ചവരിൽ ഭൂരിഭാഗവും യുവാക്കളാണ് എന്നും മൃതദേഹങ്ങൾ തിരിച്ചറിയാനുള്ള നടപടികൾ നടന്നുവരികയാണ് എന്നും പോലീസ് വ്യക്തമാക്കി. പരിക്കേറ്റ 70ഓളം പേരെ വിദഗ്ധ ചികിത്സയ്ക്കായി ഫ്രാൻസ്, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളിലെ ആശുപത്രികളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇറ്റലിയിൽ നിന്നുള്ള ഒരു യുവ കായിക താരമാണ് മരിച്ചവരിൽ ആദ്യം തിരിച്ചറിയപ്പെട്ട വ്യക്തി. തങ്ങളുടെ പ്രിയപ്പെട്ടവരെ കാണാനില്ലെന്ന പരാതിയുമായി നിരവധി കുടുംബങ്ങളാണ് ഇപ്പോൾ ബാറിന് മുന്നിൽ കാത്തുനിൽക്കുന്നത്. തീ അതിവേഗം പടരാൻ കാരണം ബാറിലെ നിർമ്മാണ രീതിയാണോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അപകടത്തിൽപ്പെട്ടവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് 100 കണക്കിന് ആളുകൾ പ്രദേശത്ത് മെഴുകുതിരികൾ തെളിയിച്ചു. യമനിലെ സൗദി വിരുദ്ധ സദേൺ ട്രാൻസിഷണൽ കൗൺസിൽ സേനയുടെ ക്യാമ്പിൽ ആക്രമണം നടത്തി സൗദി അറേബ്യ. ഹദ്രമൌത്ത് പ്രവിശ്യയിലായിരുന്നു ആക്രമണം നടന്നത്. 7 പേർ കൊല്ലപ്പെട്ടെന്നും 20ലേറെ പേർക്ക് പരിക്കേറ്റെന്നും STC അധികൃതർ അറിയിച്ചു. സൗദി അറേബ്യ ഹദ്രമൌത്തിലെ അൽ ഗസഫ് പ്രദേശത്തെ STC ക്യാമ്പിൽ 7 വ്യോമാക്രമണങ്ങൾ നടത്തിയെന്ന് വാദി ഹദ്രമൌത്ത് മരുഭൂമി എന്നിവിടങ്ങളിലെ STC തലവൻ മുഹമ്മദ് അബ്ദുൾ മാലിക് പറഞ്ഞു. അതേസമയം സൗദി പിന്തുണയുള്ള നാഷണൽ ഷീൽഡ് ഫോഴ്സസ് STCയുടെ ക്യാമ്പ് ലക്ഷ്യമാക്കി മുന്നേറിയെങ്കിലും STC തയ്യാറാകാത്തതിനെ തുടർന്ന് വ്യോമാക്രമണം ആരംഭിക്കുകയായിരുന്നുവെന്ന് STC ഉപാധ്യക്ഷൻ അഹമ്മദ് ബിൽ ബ്രേക്ക് പറയുന്നു. UAE പിന്തുണയുള്ള ദക്ഷിണ യമൻ വിമതസേനയുടെ നിയന്ത്രണത്തിലുള്ള തുറമുഖ നഗരമായ മുഗലയിൽ സൗദി അറേബ്യ ഡിസംബർ 31 ബോംബിട്ടിരുന്നു. ഫുജൈറയിൽ നിന്നെത്തിയ UAEയുടെ 2 കപ്പലുകൾ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. ദക്ഷിണ യമൻ പ്രത്യേക രാജ്യമാക്കാൻ ലക്ഷ്യമിടുന്ന STC സേന മുഗല്ല പിടിച്ചതിന് പിന്നാലെയായിരുന്നു സൗദിയുടെ ആക്രമണം. ഭീകര സംഘടനയായ IS നിന്ന് പ്രചോദിതമായി പുതുവത്സര രാവിൽ നോർത്ത് കരോലിനയിൽ ആക്രമണം നടത്താനുള്ള ശ്രമം തകർത്തെന്ന് FBI ഡയറക്ടർ കാഷ് പട്ടേൽ. 18-കാരനായ പ്രതി 1 വർഷമായി ISന്റെ പിന്തുണയോടെ ആക്രമണം ആസൂത്രണം ചെയ്യുകയായിരുന്നുവെന്ന് കാഷ് പട്ടേൽ വ്യക്തമാക്കി. ഭീകരവാദ സംഘടനയായ ISന് ഭൗതിക സഹായം ചെയ്യാൻ ശ്രമിച്ച കുറ്റം പ്രതിക്കെതിരെ ചുമത്തി. രഹസ്യ വിവരത്തെ തുടർന്ന് SBI ഉദ്യോഗസ്ഥർ പ്രതിയുടെ വീട്ടിൽ നടത്തിയ തിരച്ചിലിൽ പുതുവത്സര ആക്രമണം 2026 എന്ന് കൈകൊണ്ട് എഴുതിയ ഒരു കുറിപ്പ് കണ്ടെത്തിയെന്നും 20 പേരെ കുത്തിക്കൊലപ്പെടുത്താനുള്ള പദ്ധതി കുറിപ്പിൽ വിവരിച്ചിരുന്നുവെന്നും FBI അറിയിച്ചു. പ്രദേശത്തെ ഒരു സൂപ്പർ മാർക്കറ്റ് കേന്ദ്രീകരിച്ച് ആക്രമണം നടത്താനാണ് ഇയാൾ ആസൂത്രണം നടത്തിയത് എന്നും സാധാരണക്കാരും പ്രതികരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരുമായിരുന്നു ലക്ഷ്യമെന്നും രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു. US ജില്ലാ ജഡ്ജിയുടെ മുന്നിൽ ഹാജരാക്കിയ ഇയാളെ ഈ മാസം 7 വരെ റിമാൻഡ് ചെയ്തു. പ്രായപൂർത്തിയാകും മുൻപ് 2022 ജനുവരിയിൽ ഇയാൾ നിരീക്ഷണ വിധേയനായിരുന്നു. ഈ കാലയളവിൽ യൂറോപ്പിൽ നിന്നുള്ള IS അനുബന്ധ സംഘടനയുമായി ഇയാൾ സംവദിച്ചിരുന്നു. അടുത്തിടെ ISനെ പ്രശംസിക്കുന്ന സാമൂഹ്യ മാധ്യമ പോസ്റ്റുകൾ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് നടത്തിയ അന്വേഷണത്തിലാണ് കൂടുതൽ വിവരങ്ങൾ ലഭിച്ചത്. ജനുവരി 3 യൂറോപ്യൻ സുരക്ഷാ ഉപദേഷ്ടാക്കളുമായി ഒരു കൂടിക്കാഴ്ചയ്ക്ക് കീവ് തയ്യാറെടുക്കുകയാണ് എന്ന് ഉക്രൈൻ പ്രതിരോധ സുരക്ഷാ കൗൺസിൽ സെക്രട്ടറി റസ്റ്റം ഉമേറോവ്. 10-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും നാറ്റോ, യൂറോപ്യൻ കമ്മീഷൻ, യൂറോപ്യൻ കൗൺസിൽ എന്നിവരും ഈ കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു. അതേസമയം US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയോ, യുക്രൈനിയൻ സെറ്റിൽമെന്റിനായുള്ള പ്രസിഡൻഷ്യൽ പ്രതിനിധികളായ സ്റ്റീവ് വിറ്റ്കോഫ്, ജെറാർഡ് കുഷ്ണർ, നിരവധി യൂറോപ്യൻ പ്രതിനിധികൾ എന്നിവരുമായി താൻ ഫോൺ സംഭാഷണം നടത്തിയതായി ഉമറോവ് ഒരു പ്രസ്താവനയിൽ പറഞ്ഞു. ജനുവരി 3 ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ രൂപത്തിൽ യൂറോപ്യൻ പങ്കാളികളുമായി ഒരു പ്രത്യേക മീറ്റിംഗ് തങ്ങൾ തയ്യാറാക്കുന്നുണ്ട്. 10-ലധികം രാജ്യങ്ങളുടെ പ്രതിനിധികളും നാറ്റോ, യൂറോപ്യൻ കമ്മീഷൻ, യൂറോപ്യൻ കൗൺസിൽ എന്നിവരും പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അമേരിക്കൻ പങ്കാളികളും ഓൺലൈനിൽ ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ഉമറോവ് പറയുന്നു. ഉക്രൈനും റഷ്യയും തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് ഈ കൂടിക്കാഴ്ച.
ഇറാനിലെ പ്രതിഷേധക്കാരെ കൊന്നൊടുക്കിയാൽ ഇടപെടുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിക്ക് മറുപടിയുമായി ഇറാൻ. പ്രതിഷേധങ്ങൾക്കിടയിൽ ഇറാനിയൻ സൈന്യം കൂടുതൽ പ്രതിഷേധക്കാരെ കൊലപ്പെടുത്തിയാൽ അമേരിക്കൻ ഇടപെടൽ ഉണ്ടാകുമെന്ന് ട്രംപ് സോഷ്യൽ മീഡിയ പോസ്റ്റിൽ വ്യക്തമാക്കിയിരുന്നു. പിന്നാലെ ട്രംപിനെതിരെ ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിന്റെ സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്ന അലി ലാരിജാനി രംഗത്തെത്തി. ഇറാന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ അമേരിക്ക ഇടപെടുന്നത് മേഖലയിലെ അശാന്തിക്ക് കാരണമാകുമെന്ന് ഇറാനിയൻ ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകി. ആഭ്യന്തര വിഷയത്തിൽ അമേരിക്കൻ ഇടപെടൽ മേഖലയിലുടനീളമുള്ള കുഴപ്പങ്ങൾക്കും അമേരിക്കൻ താൽപര്യങ്ങളുടെ നാശത്തിനും കാരണമാകുമെന്ന് ട്രംപ് അറിയണമെന്ന് അദ്ദേഹം എക്സിൽ കുറിച്ചു. പ്രതിഷേധിക്കുന്ന വ്യാപാരികളുടെ നിലപാടുകളെ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരുടെ നിലപാടുകളിൽ നിന്ന് വേറിട്ട് പരിഗണിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ട്രംപ് സാഹസികത ആരംഭിച്ചുവെന്ന് അമേരിക്കയിലെ ജനങ്ങൾ അറിയണം. അവർ സ്വന്തം സൈനികരെ കാക്കണമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. വിലക്കയറ്റത്തെ തുടർന്ന് ഇറാനിൽ പ്രതിഷേധം ആളിക്കത്തുകയാണ്. ഇറാന്റെ കറൻസിയായ റിയാലിന്റെ മൂല്യം കുത്തനെ ഇടിഞ്ഞതും വിലക്കയറ്റം കാരണം 6 ദിവസം മുൻപ് ടെഹ്റാനിലെ കടയുടമകൾ അടച്ചിട്ടതോടെയാണ് പ്രതിഷേധങ്ങൾ ആരംഭിച്ചത്. അതിനുശേഷം മറ്റ് നഗരങ്ങളിലും പണിമുടക്കുകളും പ്രകടനങ്ങളും വ്യാപിച്ചു. 2022 ശേഷം രാജ്യത്ത് നടക്കുന്ന ഏറ്റവും വലിയ പ്രതിഷേധത്തിനാണ് ഇറാൻ ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. പ്രതിഷേധക്കാർക്ക് നേരെയുള്ള സൈനിക നടപടിയിൽ ഇതുവരെ 7 പേർ മരിച്ചതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്.